2025 മെയ് 7 പാകിസ്ഥാൻ ആ ദിവസം ഒരു കാലത്തും മറക്കില്ല. ഇനി കാലചക്രം എത്ര മുന്നോട്ട് പോയാലും ഇത് മറക്കാൻ പാകിസ്ഥാൻ ആകില്ല. കാരണം അന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തുന്നത്. പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ചിലർക്കൊക്കെ അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഒരു ഉൾപ്പുളകമൊക്കെ തോന്നാറുണ്ട്. എങ്കിലും വാസ്തവത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു കാര്യം കൂടി നടന്നു. കാരണം നമ്മുടെ പക്കൽ ഇത്രത്തോളം വെപ്പൺസ് ഉണ്ട്, ആയുധങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു, പിന്നെ ഇവൻ അവിടെ ഇരുന്ന് ചുമ്മാ അങ്ങ് താങ്ങുന്നതായിരിക്കും. തള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി തള്ളുണ്ടോ, ഈ രീതിയിലായിരുന്നു എന്തിന് സാക്ഷാൽ ട്രംപ് പോലും വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ആയുധങ്ങളുടെ ഒരു ഡിസ്പ്ലേ ആക്ച്വലി എല്ലാവരെയും, ലോകരാജ്യങ്ങളെ മുഴുവനും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. ഞങ്ങളോട് മുട്ടുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് മുട്ടാൻ വന്നാൽ മതി എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പണ്ട് ആയുധങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്തെ സാങ്കേതിക വിദ്യയും ആ സമയത്തെ പിടിപ്പുകേടുകളും അതിന് പല കാരണങ്ങളും അതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ പോലും ഇന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടിയിട്ട് എത്ര രാജ്യങ്ങളാണ് അണിനിരുന്നത്. അത് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയിച്ചത് തന്നെ. അത്തരത്തിൽ വലിയൊരു ശ്രേണി ഇന്ത്യ നിർമ്മിക്കുന്ന, അതും തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് വലിയ വിപണിയാണ് ഉണ്ടായത്. ഒരു തരത്തിൽ ട്രംപിന് നമ്മളോട് കെറുവിക്കൽ തോന്നുവാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വരുന്നതിന് പിന്നിലും ഇതൊരു കാരണമാണ്. ലോകരാജാവ് എന്ന് പറയുമ്പോഴും, ലോകരാജാവാണ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ മുമ്പിൽ പോലും നമ്മൾ അവരെ ഞെട്ടിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നു. നമ്മുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ വെറുതെ തരിപ്പണമാക്കി കളയുന്നു. അവസാനം കിർണ ഹിൽസിൽ വരെ നമ്മൾ അടിച്ച് ശരിയാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവരെ ആലോചിക്കുന്നത് മുഴുവനും ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, തദ്ദേശീയമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പടക്കപ്പൽ റഷ്യയുമായിട്ട് ചേർന്ന് നിർമ്മിച്ചിരുന്നു. ലാസ്റ്റ് പടക്കപ്പൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇസ്രായേലുമായി ചേർന്ന് നിർമ്മിക്കുന്നു. അത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ആകെ ഒരു അസ്വസ്ഥതയും ക്ഷീണവും ഒക്കെയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തുള്ള കുതിപ്പ് തടയാനാകില്ല. ഇപ്പോൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ വലിയൊരു കുതിപ്പിലേക്ക് വീണ്ടും പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന യുദ്ധങ്ങളിലെല്ലാം നമുക്കറിയാം, റഷ്യ ഉക്രൈനെ അടിക്കുമ്പോൾ ഉക്രൈൻ തിരിച്ചടിക്കുന്നത് മുഴുവൻ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു. ഒരു മാസീവ് ഡ്രോൺ ആക്രമണം നടത്തിയ സമയത്താണ് റഷ്യ പകച്ചു പോകുന്നത് പോലും. അപ്പോൾ യുക്രൈനെ പോലുള്ള ഒരു രാജ്യത്തിന് പോലും ആ നിസാരമായ വിലയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഡ്രോൺ എന്ന് പറയുന്ന, പ്രത്യേകിച്ചും അൺമാൻഡ് ആയിട്ടുള്ള, അതായത് ആളില്ല ഡ്രോണുകളൊക്കെയും ഉപയോഗിച്ച്, ഓട്ടോണമസ് ആയിട്ടുള്ള ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ വലിയൊരു ചുവടുവയ്പ് ഉണ്ടായിരിക്കുന്നു. എന്താണ്? നമ്മുടെ ബംഗളൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയർ സ്പേസ് എന്ന് പറയുന്ന, അതായത് ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് എയർ സ്പേസ് എന്ന് പറയുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം AI കോമ്പാക്ട് ഡ്രോൺ ആയിട്ടുള്ള കാലഭൈരവ് ഇനി നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് നാറ്റോ രാജ്യമായിട്ടുള്ള പോർച്ചുഗലിലാണ്. നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ പോലും നമുക്കറിയാം, അമേരിക്കയോട് പോലും ഇടം തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഒരു ഡ്രോൺ അവരുമായി ചേർന്ന് നിർമ്മിക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത്. വലിയൊരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ ഇതിലേക്ക് വന്ന് ചേരുമ്പോൾ ഈ ഒരു ഡ്രോണിന് ആവശ്യം അവർക്കും ഉണ്ടാകാം. നാറ്റോ രാജ്യങ്ങളും ഒക്കെ ട്രംപ് വിറപ്പിക്കുകയുണ്ടായി. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തൊന്നും ഞങ്ങൾ ആളെ വിട്ടുതരില്ല, ഞങ്ങളുടെ സൈന്യത്തെ വിട്ടുതരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നാറ്റോ സഖ്യ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് ചെറിയൊരു രീതിയിൽ വിള്ളലൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഓട്ടോണമസ് ആയിട്ടുള്ള കാലഭൈരവ് എന്ന് പറയുന്ന ഡ്രോൺ നിർമ്മിക്കുന്നത് നാറ്റോ സഖ്യരാജ്യമായിട്ടുള്ള പോർച്ചുഗലിലാണ്. അപ്പോൾ ഇന്ത്യ നാറ്റോ സഖ്യത്തിൽ ഇല്ലാതെ തന്നെ
ആ നാറ്റോ സഖ്യത്തിലെ ഒരു പ്രബലമായ സ്ഥാനത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും പോർച്ചുഗലിൽ ഈ ഒരു കാര്യം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ചുവടുവയ്പ് എന്ന് പറയുന്നത് മറ്റ് നാറ്റോ രാജ്യങ്ങളും പലതരത്തിലുള്ള സഖ്യത്തിൽ ഏർപ്പെടാനും പലതരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലൊക്കെ ജോയിന്റ് വെഞ്ചറായിട്ട് നിർമ്മിക്കാനും ഒക്കെ ഏർപ്പെടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സൈനിക സഖ്യത്തിനുള്ളിൽ നാറ്റോ, അതായത് ഇന്ത്യ ഇല്ലാത്ത നാറ്റോ സഖ്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യത്തിനുള്ളിൽ നമ്മുടെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഇന്ത്യ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വെറും ഒരു കയറ്റുമതി കരാറില്ല, ഇന്ത്യയുടെ ഒരു വല്ലാത്ത ഒരു പ്രഖ്യാപനം കൂടിയാണ്. അതായത് ഇന്ത്യയെ തടയാൻ ആർക്കും ആവില്ല, ഇന്ത്യയുടെ കുതിപ്പിനെ തടയാൻ ആർക്കും ആകില്ല എന്നുള്ളതാണ്. നാറ്റോ സഖ്യരാജ്യമാണ്. US ട്രംപിന്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ട് ഇന്ന് തന്നെ വേണമെങ്കിൽ ട്രംപിന് പറയാം, പോർച്ചുഗലിലേക്ക് വിളിച്ചിട്ട് പറയാം, ആ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വിഹിതമൊക്കെ വെട്ടിക്കുറക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇരിക്കെ പോലും പോർച്ചുഗൽ ഇത്തരത്തിലൊരു സംരംഭത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന കാലഭൈരവ് എന്ന് പറയുന്ന ഡ്രോണിന്റെ പ്രത്യേകതകൾ? ഒന്ന്, മെയിൽ ക്ലാസ് ഡ്രോൺ ആണ്. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എഡ്യൂറൻസ് ആണ്. 3000 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 30 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായിട്ട് പറക്കാനായി ഈ പറയുന്ന കാലഭൈരവ് എന്ന് പറയുന്ന ഡ്രോണിന് സാധിക്കും. 3000 കിലോമീറ്റർ റേഞ്ചാണ്, 30 മണിക്കൂറിൽ കൂടുതൽ ഇതിന് പറക്കാനും സാധിക്കും. അധിഷ്ഠിതമായിട്ടുള്ള ടാർഗറ്റ് റെക്കഗ്നീഷൻ ഉണ്ട്. അതായത് മനുഷ്യന്റെ യാതൊരു സഹായം നിന്റെ ഒന്ന് സഹായം വേണ്ടടാ എന്ന് പറയുന്ന രീതിയിൽ മനുഷ്യന്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ ശത്രുവിനെ കണ്ടെത്തി ആക്രമിക്കാനായിട്ട് കാലഭൈരവിന് കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആശയവിനിമയ സംവിധാനങ്ങളാണ്. ശത്രുക്കൾക്കൊന്നും കാലഭൈരവിനെ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റൊന്ന് സ്വാം ഡ്രോൺ ആക്രമണ ശേഷിയാണ്. അതെന്താണ്? ഒന്നിലധികം ഡ്രോണുകൾ ചേർന്ന് ഒരുമിച്ച് ആക്രമണം നടത്താനുള്ള ശേഷി ഇതിനുണ്ട്. പോർച്ചുഗീസ് പങ്കാളികൾ F-16 പോലെയുള്ള ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ട് സിമുലേഷൻ സിസ്റ്റം നിർമ്മിക്കുന്നവരാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യ നാറ്റോയ്ക്ക് വിൽക്കുന്നത് വെറും ഒരു സർവൈലൻസ് ഡ്രോൺ അല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച അത്യാധുനിക സ്വയംഭരണ യുദ്ധ സാങ്കേതിക വിദ്യയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണം വളരെ മന്ദഗതിയിലുള്ളതായിരുന്നു. അപ്പോൾ ബജറ്റ് മറികടക്കുന്നതുമായിട്ടുള്ള സർക്കാർ കമ്പനികളുടെയൊക്കെ കുത്തകയായിരുന്നു. എന്നാൽ ഇന്ന് സ്വകാര്യ കമ്പനികൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിതിൽ പല ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കാം. പക്ഷേ ചില മേഖലകളിൽ വളരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൂടി വിട്ടുകൊടുക്കുകയും അവയുടെ മേളിൽ സർക്കാരിന് ഒരു നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഫ്ലൈയിങ് വെഡ്ജ് എന്നത് ഒരു സർക്കാർ കമ്പനി അല്ല, ഇതൊരു ബംഗളൂരുവിലുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ പല സർക്കാരുകൾക്കും സ്വാം വാർഫെയർ എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനി അത് യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് 62% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. 93.5 ബില്യൺ ഡോളറിന്റെ ബജറ്റോടുകൂടെ ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ സൈനിക ശക്തിയായിട്ട് മാറുക കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ആയുധങ്ങൾക്കായിട്ട് മറ്റു രാജ്യങ്ങളെ ഇന്ത്യ ആയുധങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയല്ല, മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കുന്ന കാഴ്ച കൂടിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്.